പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാകില്ല. ബ്ലഡ് ഈസ് നോട്ട് തിക്കർ ദാൻ യുവർ മെന്റൽ ഹെൽത്ത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നല്ലോ. സ്വാതന്ത്ര്യം എന്തെന്ന് പോലും അറിയാതെ കിടന്നുഴലുന്ന ഒരുപാട് പേര് നമ്മളുടെ ഇടയിലുണ്ട്. ലൂയിസ് എ പറയുന്നത് വി ആർ ഓൾ വിക്ടിംസ് ഓഫ് വിക്ടിംസ് എന്നാണ്. അതായത് നമ്മളെല്ലാവരും ഇരകളുടെ ഇരകളാണെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് വിക്ടിംഹുഡിന്റെ പാരമ്പര്യം നിലനിർത്താതിരിക്കുക എന്നുള്ളത്. മുറിഞ്ഞ ഒരാളിൻ്റെ മുറിവേറ്റെടുത്ത് സ്വയം പീഡിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ അതിൻ്റെ കോൺസിക്വൻസസും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടത് ആ കള്ളനാണ്, വീടല്ല. അതുപോലെ തന്നെ അടുത്ത കാലം വരെ റേപ്പ് വിക്ടിംസിനോട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നിലപാടുണ്ട്. റേപ്പിസ്റ്റ് സുഖമായി വിരാജിക്കുകയും റേപ്പ് വിക്ടിംസ് ഇമോഷണലി ആൻഡ് മെൻ്റലി വീണ്ടും വീണ്ടും വിക്ടിമൈസ് ആവുകയും പീഡിപ്പിക്കപ്പെടുകയും പബ്ലിക്കലി റെഫർ ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ അമ്മയല്ലേ, അച്ഛനല്ലേ, സഹോദരനല്ലേ, സഹോദരിയല്ലേ, മകനല്ലേ, മകളല്ലേ, ഭാര്യയല്ലേ, ഭർത്താവല്ലേ തുടങ്ങിയ ക്ലീഷേകൾക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലായാൽ ഇമോഷണലി ആൻഡ് മെൻ്റലി ഹീൽ ചെയ്യാൻ നോക്കുക. ഓബ്ജക്റ്റീവ് റിയാലിറ്റി മനസ്സിലാക്കുക. അത് വസ്തുനിഷ്ഠമായ കാര്യം. ചില വെളിപാടുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ ക്രൂരമായ യാഥാർത്ഥ്യമായിരിക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും അതിൽ പെട്ടുകിടക്കാതെ ഉയർത്തെഴുന്നേറ്റ് അധ്വാനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ മാത്രമാണത് ചെയ്യേണ്ടത്. തളരാത്ത ഒരു പോരാളിക്ക് അസാധ്യമായതൊന്നുമില്ലെന്നറിയുക. സ്വാതന്ത്ര്യവും സന്തോഷവും നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.